Question വായിക്കാം. A motorcyclist want to jump over a ditch as shown in figure. Find the necessary minimum velocity at 18 km/h of the motorcycle. Also find the inclination and the magnitude of the velocity of the motorcycle just after clearing the ditch. അതായത് ഈ ക്വസ്റ്റിൽ പറയുന്നത് ഇവിടെ ഒരു മോട്ടോർ സൈക്ലിസ്റ്റ് ഉണ്ട്. ഈ മോട്ടോർ സൈക്ലിസ്റ്റ് ഒരു ഡിച്ച് കവർ ചെയ്ത് പോവുകയാണ്. ഓക്കെ, എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ജമ്പ് ചെയ്ത് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തുകയാണ്. അതേപോലെ തന്നെ ഡിച്ചിൻ്റെ ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്. 4 മീറ്റർ ആണ് ഡിച്ചിൻ്റെ വിഡ്ത്ത്. അതുപോലെ തന്നെ ഈ ഒരു പോയിന്റിൽ നിന്നും ട്രാവൽ ചെയ്യുന്നത് ഈ ഒരു ഗ്രൗണ്ടിൽ കൂടെയാണ് അല്ലേ. ആ ഒരു പോയിന്റിൽ നിന്നും ഇവിടെ വരെ എത്താനുള്ള ആ ഒരു ഹൈറ്റ് എത്ര തന്നിട്ടുണ്ട്? 2 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ളത് മിനിമം വെലോസിറ്റി അറ്റ് എ ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. എ എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. ഇവിടെയുള്ള മിനിമം വെലോസിറ്റി ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഇതൊരു പ്രൊജക്റ്റൈൽ മോഷൻ പോലെ ആയിരിക്കും വരുന്നത് അല്ലേ. നമുക്ക് ഇവിടെ നിന്നും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ. അപ്പോൾ ഇവിടുന്ന് ജമ്പ് ചെയ്ത് ഇവിടെ എത്തുകയാണ്. അപ്പോൾ ഇതെന്താണ്? ഒരു പ്രൊജക്റ്റൈൽ മോഷനാണ് അല്ലേ. ഇതൊരു പ്രൊജക്റ്റൈൽ മോഷൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ നോക്കിക്കേ, ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഈ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗ്രൗണ്ടിനെ ഇവിടെ വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മോട്ടോർ സൈക്ലിസ്റ്റ് പോകുന്ന ആ ഒരു പാത്താണ് ഫസ്റ്റ് പോകുന്ന ആ പാത്താണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ജമ്പ് ചെയ്ത് ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റ്. അതിനെ മാർക്ക് ചെയ്തു. ഇവിടെ നിന്നും ജമ്പ് ചെയ്ത് ഇവിടെ എത്തി. അപ്പോൾ ഇത് ഈ പാത്താണ് നമ്മുടെ ട്രാജക്ടറി എന്നാണ് പറയുന്നത് അല്ലേ. നമ്മൾ പോയിന്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ പോയിന്റ് ഞാൻ ബി എന്ന് മാർക്ക് ചെയ്യുകയാണ്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഇവിടെ ഉണ്ടാവുന്ന ആ ഒരു മിനിമം വെലോസിറ്റി, എത്ര വെലോസിറ്റി പോയാലാണ് ഈ ഒരു മോട്ടോർ സൈക്ലിസ്റ്റിന് ഈ ഒരു കുഴിയിൽ വീഴാതെ ഇവിടെ കറക്റ്റായിട്ട് എത്താൻ പറ്റുന്നത്. അതിനുള്ള മിനിമം വെലോസിറ്റിയാണ് നമുക്കിവിടെ കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഹൊറിസോണ്ടൽ വെലോസിറ്റിയാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു കേസ് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു പാത്തിൽ ഏത് പോയിന്റ് എടുത്താലും ഹൊറിസോണ്ടൽ വെലോസിറ്റി എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് ഇനിഷ്യൽ വെലോസിറ്റി യു ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിലും യു ആണ്, ഈ ഒരു പോയിന്റിലും യു ആണ്, ഇവിടെയും യു ആണ്. അതുപോലെ തന്നെ ഇവിടെ വന്ന് ഇത് ടച്ച് ചെയ്യുമ്പോഴും യു തന്നെയായിരിക്കും അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത്. പക്ഷേ വെർട്ടിക്കൽ വെലോസിറ്റിയുടെ കേസ് എങ്ങനെയായിരുന്നു? അതായത് സ്റ്റാർട്ടിങ്ങിൽ വെർട്ടിക്കൽ വെലോസിറ്റി ഉണ്ടാകത്തില്ല അല്ലേ. ഹൊറിസോണ്ടലി മൂവ് ചെയ്യുകയാണ്. ഏത് പറയുന്ന പോയിന്റിൽ വെർട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. പക്ഷെ ഓരോ പോയിന്റ് എത്തുമ്പോഴും വെർട്ടിക്കൽ വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് വരും. കാരണം എന്താണ്? ഗ്രാവിറ്റി താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് വെർട്ടിക്കൽ വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് വരും. ബി എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പോഴായിരിക്കും അതിന് മാക്സിമം വെലോസിറ്റി വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ അതിന് വി ബി എന്ന് നെയിം ചെയ്യുകയാണ്. നമുക്ക് വേണ്ടുന്നത് എന്താണ്? ഇവിടുത്തെ വെലോസിറ്റിയാണ് അല്ലേ. യു എന്ന് പറയുന്ന വെലോസിറ്റിയാണ്. അതെല്ലാ പോയിന്റിലും സെയിം വെലോസിറ്റി തന്നെയാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ക്വസ്റ്റിലെ പല കാര്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോക്കിയാൽ ഈ പോയിന്റ് ഞാൻ ഒ എന്ന് കൊടുക്കുകയാണ്. അതായത് ഈ കാണുന്ന പോയിന്റാണ് ഒ എന്ന് പറയുന്നത്. അപ്പം ഒ ബി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ. എത്രയാണ്? 4 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? 2 മീറ്റർ ആണ്. ആ ഡിച്ചിൻ്റെ ഇവിടെ നിന്ന് ഇവിടെയുള്ള ഹൈറ്റ് എത്രയാണ്? 2 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇപ്പം ഒ ബി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ്? റേഞ്ച് ആണ് അല്ലേ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. റേഞ്ച് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ്? റേഞ്ച് ഈസ് ഈക്വൽ ടു 4 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് യു ആണ് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് റേഞ്ച് വെച്ചിട്ട് ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും അല്ലേ. റേഞ്ച് ആർ ഈസ് ഈക്വൽ ടു വെലോസിറ്റി, ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു കാര്യം ചെയ്യാം, ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാം. ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ? സ്ക്വയർ റൂട്ട് ഓഫ് 2 ഇൻറ്റു h ഡിവൈഡഡ് ബൈ ജി ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിലെല്ലാ വാല്യൂസ് നമുക്കറിയാം. 2 ഇൻറ്റു എച്ച് എന്ന് വെച്ചാൽ എന്താണ്? ഹൈറ്റ് ആണ്. ഹൈറ്റ് എത്രയാണ്? ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് 2 ആണ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 2 ഡിവൈഡഡ് ബൈ ജി എന്ന് പറയുന്നത് 9.81 ആണ്. അപ്പോൾ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് കിട്ടുന്നത് 0.6385 സെക്കൻഡ്സ് എന്ന് കിട്ടും. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് നമുക്ക് കിട്ടി. നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. റേഞ്ച് എത്രയാണെന്ന് നമുക്കറിയാം? 4 ആണെന്ന് അറിയാം. 4 ഈസ് ഈക്വൽ ടു യു ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. യു ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. 0.6385 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും നമുക്ക് യുവിനെ കണ്ടുപിടിക്കാം. യുവിനെ എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? യു ഈസ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ 0.6385 എന്ന് ചെയ്താൽ മതി. അപ്പം നമുക്ക് യു കിട്ടുന്നത് 6.26 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. പക്ഷേ ക്വസ്റ്റിന് പറയുന്നുണ്ട് അവർക്ക് എന്തിലാണ് വേണ്ടുന്നത്? മീറ്റർ പെർ സെക്കൻഡിലാണോ വേണ്ടുന്നത്? അല്ല, കിലോമീറ്റർ പെർ അവറിലാണ് വേണ്ടുന്നത്. നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. യു ഈസ് ഈക്വൽ ടു
6.26 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 6.86 മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ വേണ്ടിയിട്ട് 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 22.5 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. അതായത് ഈ യുവിൻ്റെ വാല്യൂ അല്ലേ, ഇവിടെ ഉണ്ടാകുന്ന യു എല്ലാം സെയിം ആണ്. അപ്പോൾ അത് നമ്മൾ എത്രയാണ് കണ്ടുപിടിച്ചു, 22.5 കിലോമീറ്റർ പെർ അവർ ആണ്, അല്ലെങ്കിൽ എത്രയാണ് 6.26 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താണ് വേണ്ടുന്നത്, ഫൈൻഡ് ദി inclination and magnitude of the velocity of the motorcycle just after clearing the ditch. അതായത് ഈ ഡിച്ച് ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്ന വെലോസിറ്റി, അതിൻ്റെ മാഗ്നിറ്റ്യൂഡും അതിൻ്റെ എന്താണ് ഇൻക്ലിനേഷനും കണ്ടുപിടിക്കണം. അത് ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു വെലോസിറ്റി നമുക്ക് കിട്ടി, എന്താണ് യു എന്ന് പറയുന്ന വെലോസിറ്റി നമുക്ക് കിട്ടിയത്. അതിൻ്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റി കിട്ടി എത്രയാണ്, 6.26 ആണെന്ന് കിട്ടി. ഇനി നമുക്കിതിൻ്റെ വെർട്ടിക്കൽ വെലോസിറ്റി, ആ പോയിന്റിലുണ്ടാവുന്ന വെർട്ടിക്കൽ വെലോസിറ്റിയുടെ കണ്ടുപിടിക്കണം. അത് VB ആണ് അല്ലേ, നമുക്ക് കണ്ടുപിടിക്കണം. അതുകൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ആ റിസൾട്ടൻ്റെ വെലോസിറ്റി ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത്. അതുപോലെ തന്നെ ഇൻക്ലിനേഷൻ വേണം. ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ആംഗിളാണ്, ഹൊറിസോണ്ടലുമായിട്ടോ വെർട്ടിക്കലുമായിട്ടോ ക്രിയേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആംഗിളാണ് നമുക്ക് വേണ്ടുന്നത്. ഇപ്പോൾ ഈ ആംഗിൾ എടുക്കുന്നത് തീറ്റാന്ന് കൊടുക്കുകയാണ്. നമുക്ക് ഫസ്റ്റ് എന്ത് വേണം, VB കണ്ടുപിടിക്കണം അല്ലേ. ഈ പോയിന്റിൽ വെർട്ടിക്കൽ വെലോസിറ്റി കണ്ടുപിടിക്കണം. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ഇക്വേഷൻ ഓഫ് മോഷനിലെ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം അല്ലേ. എന്തൊക്കെ ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്കറിയാം, V = U + 8 ഉണ്ട്, V² = U² + 2s ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇക്വേഷനാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇക്വേഷൻ ഇവിടെ. അപ്പോൾ അത് എഴുതുകയാണ്, V = U + 8 എന്ന് പറഞ്ഞ ആ ഇക്വേഷൻ എടുക്കുകയാണ്. ഇവിടെ നമ്മൾ ഏത് വെലോസിറ്റിയാണ് എടുക്കുന്നത്, വെർട്ടിക്കൽ വെലോസിറ്റിയാണ് അല്ലേ. VB എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ വെലോസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. U എന്താണ്, ഇനിഷ്യൽ വെലോസിറ്റിയാണ്. അപ്പം ഇവിടെ എടുക്കുന്ന ഇനിഷ്യൽ വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താണ്, അതായത് ഈ പോയിന്റിൽ ഉണ്ടാവുന്ന ഇനിഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റിയാണ് എടുക്കേണ്ടത്. ഇവിടെ നമ്മൾ വെർട്ടിക്കൽ വെലോസിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ഫസ്റ്റ് എന്താണ് ഇതിൻ്റെ ഒരു മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുണ്ടാവുന്ന വെർട്ടിക്കൽ വെലോസിറ്റി എടുക്കണം. അത് എത്രയാണെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് 0 ആണ് അല്ലേ. കാര്യം ഇവിടെ ഹൊറിസോണ്ടൽ മോഷൻ മാത്രമേ ആദ്യത്തെ ആ ഒരു കേസ് സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ വെർട്ടിക്കൽ വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. 0 കൊടുക്കുന്നു. പ്ലസ് A എന്ന് പറയുന്നത് ആക്സലറേഷനാണ്. അതെന്ന് പറയുന്നത് ഇതിനോട് ഈക്വലാണ്, Gനോട് ഈക്വലാണ്, +G ആണ്. കാരണം മോഷൻ എങ്ങോട്ടാണ്, താഴോട്ട് തന്നെയാണ്. അപ്പോൾ +G എന്ന് കൊടുക്കുന്നു. ഇൻറ്റു T എന്ന് വെച്ചാൽ എന്താണ്, ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ഈ B എന്ന് പറയുന്ന പോയിന്റിൽ എത്താനുള്ള ടൈം, എത്ര ടൈം എടുത്തു അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്, 0.6385 ആണെന്ന് നമുക്കറിയാം. അത് കൊടുക്കുക. അപ്പോൾ നോക്കിയേ, VB = G എന്ന് വെച്ചാൽ 9.81 ആണ്, ഇൻറ്റു 0.6385 ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 6.26 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് കിട്ടുന്നത്. അപ്പം നോക്കി വെർട്ടിക്കൽ വെലോസിറ്റി എത്രയാണെന്ന് കിട്ടി, 6.26 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് കിട്ടി. രണ്ടും സെയിം ആയിട്ടാണ് ഈ കേസിൽ കിട്ടിയത് അല്ലേ. 6.26 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. നമുക്കിനി വേണ്ടത് എന്ത് വേണം, റിസൾട്ടൻ്റ് R വേണം. അതെങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും, പണ്ടേ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യുക, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിൻ്റെ സ്ക്വയർ പ്ലസ് വെർട്ടിക്കൽ കമ്പോണൻറ്റിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. ഇവിടെ രണ്ടും എത്രയാണ്, 6.26 ആണ്. അപ്പോൾ 6.26 സ്ക്വയർ പ്ലസ് 6.26 സ്ക്വയർ ചെയ്യുന്നു. എന്നിട്ട് അതിന് സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് റിസൾട്ടൻ്റ് കിട്ടുന്നത് 8.85 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് ഈ കാണിച്ചിരിക്കുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെലോസിറ്റി, അതായത് RV = നമുക്ക് എത്ര കിട്ടി, 8.85 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. അടുത്തായിട്ട് നമുക്ക് തീറ്റ വേണം. തീറ്റ കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി, ടാൻ തീറ്റ എടുത്താൽ മതി അല്ലേ. നമ്മൾ റിസൾട്ടൻ്റ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്ത് ചെയ്യണം, ടാൻ തീറ്റ കിട്ടാനായിട്ട് വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ചെയ്താൽ മതി അല്ലേ. വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഇവിടെ VB ആണ്, ഡിവൈഡഡ് ബൈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും എത്രയാണ്, നമ്മൾ U എന്നാണ് കൊടുത്തത്. വെർട്ടിക്കൽ കമ്പോണൻറ്റും ഇവിടെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് രണ്ടും സെയിം ആണ്. 6.26 ഡിവൈഡ് ബൈ 6.26 എന്ന് വരും. അതായത് tan θ = 1 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ തീറ്റ കണ്ടുപിടിക്കാം, θ = tan 1 ആണ് എന്ന് വെച്ചാൽ എത്രയാണ്, 45 ആണ് അല്ലേ. അപ്പോൾ 45 ഡിഗ്രി ആണ് നമുക്ക് കിട്ടിയത്. അതായത് ഈ കാണിച്ചിരിക്കുന്ന തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 45 ഡിഗ്രി ആണ്. അതാണ് ഈ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്.